ആണോ എന്നൊന്ന് പറയാമോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇന്നലത്തെ അതിന്റെ ബാക്കിയായിട്ട് ഇന്ന് പോകാം. യെസ്, ഇന്നത്തെ കൊണ്ട് നമുക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയുടെ ഭാഗങ്ങൾ കുറച്ച് തീരാനുണ്ട്. അത് എനിക്കറിയാം. അവ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് മറ്റു പോർഷൻസുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുക കേട്ടോ. നമുക്ക് ഇനി കുറച്ച് പോർഷൻസ് തീരാനുണ്ട് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ തന്നെ. അത് നമ്മൾ മറ്റു പോർഷൻസുമായിട്ട് ക്ലബ് ചെയ്തതിന് ശേഷമായിരിക്കും പഠിക്കുക. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിൽ ഒരുപാട് പുതിയ അമെൻഡ്മെന്റുകളും ശിക്ഷകള് സ്ട്രിഞ്ചന്റ് ആക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ. യെസ്, നോക്കാം. സെറ്റ് അല്ലേ? യെസ്. അപ്പം ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ വരുന്നത് ചാപ്റ്റർ 5-ലാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അവിടെ എഴുതി വെക്കുക, ഭാരതീയ ന്യായ സംഹിതയുടെ ചാപ്റ്റർ 5-ലാണ്. ഓക്കെ, മുമ്പ് എങ്ങനെയല്ലായിരുന്നു? മുമ്പ് അങ്ങനെ ഒരു ചാപ്റ്റർ സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് ഇല്ലായിരുന്നു. ഓക്കെ, മുമ്പ് നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫൈഡ് ചാപ്റ്റർ ഇല്ലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയിൽ തന്നെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് പക്ഷെ അങ്ങനെയല്ല. ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ട്, വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്റർ 5-ല് പ്രത്യേകമായിട്ടൊരു ചാപ്റ്റർ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ വരുന്ന ആദ്യത്തെ ഒഫൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 63-ലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഡിഫൈനിങ് റേപ്പ്. ദാറ്റ് ഈസ് എന്താണ്? ഡിഫൈനിങ് റേപ്പ്, അല്ലെങ്കിൽ ബലാത്സംഗത്തെ നിർവചിക്കുക. എന്താണ് ബലാത്സംഗം? ഓക്കെ, നമുക്ക് എല്ലാ ആക്ടുകളും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, റേപ്പ് ആണ് എന്ന് പറഞ്ഞ് ക്ലെയിം എടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ എന്താണ് റേപ്പ്, എന്താണ് റേപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പ്രൊവിഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുവാനായിട്ട് പോകുന്നത് സെക്ഷൻ 63-ല്. യെസ്, എ മാൻ ഈസ് സെഡ് ടു കമ്മിറ്റ് റേപ്പ് ഇഫ് ഹി, ഒന്നാമത്തെ കാര്യം എന്താണ്? പെനട്രേറ്റ് ഹിസ് പെനിസ് ടു എനി എക്സ്റ്റെന്റ് ഇൻ ടു ദി വജൈന, മൗത്ത്, urethra or anus of a woman, or make her to do so with him or any other person. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ലൈംഗിക അവയവം അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ അതെന്താക്കും? അത് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്കാക്കും? അത് റേപ്പായിട്ട് കണക്കാക്കും. ഇനി ലൈംഗിക അവയവം അല്ലാതെ മറ്റു സാധനങ്ങളുണ്ട്. അതെന്താണ്? എനി ഒബ്ജക്ട് ഓർ എനി പാർട്ട് ഓഫ് ബോഡി നോട്ട് ബീങ് പെനസ്. എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ എന്താണ്, ലൈംഗിക അവയവം അല്ലാത്ത മറ്റേതു ഭാഗവും എന്ത് ചെയ്യുകയാണ്? ഈ പെൺകുട്ടിയുടെ ശരീരഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. യെസ്. യെസ്, മറ്റൊരു കാര്യം എന്താണ്? മാനിപ്പുലേറ്റ്സ് എനി പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് എ വുമൺ so as to cause penetration into vagina, uterus, anus or any other part of any other body part of such woman, make her to do so with him or any other person. അപ്പൊ എന്താണ്? ആ സ്ത്രീയെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? അവരുടെ ലൈംഗിക അവയവത്തിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ പ്രവേശിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് എന്താണ്? അപ്ലൈസ് ഹിസ് mouth to the vagina, anus or urethra of a woman and make her to do so with him or any other person. അപ്പം ആ പ്രവൃത്തി. അപ്പൊ ഈ 4 കാര്യങ്ങള്, ഇതിനെയാണ് നമ്മൾ സെക്ഷൻ 63-ൽ റേപ്പിന്റെ ഡെഫിനീഷൻ ആയിട്ട് പറയുന്ന ആക്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു ആക്ടസ് നോൺ ഫാസിറ്റ് ആണല്ലോ. അപ്പൊ അതിൽ ആക്ട് ഉണ്ടായിരിക്കണം. അപ്പം ആ ആക്ടുകൾ ഈ ആക്ടുകളൊക്കെയാണ്. പക്ഷെ ഈ ആക്ടുകൾ എല്ലായ്പ്പോഴും റേപ്പ് ആവുമോ? ഇല്ല. ഈ ആക്ടുകൾ റേപ്പ് ആകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ താഴെ തന്നിരിക്കുന്ന 7 ഡിസ്ക്രിപ്ഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ഒന്ന്, എഗെയിൻസ്റ്റ് ഹെർ വിൽ.
ആ റേപ്പിന് വിധേയമാകുന്ന പെൺകുട്ടി, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, റേപ്പ് എന്ന് പറയുന്നത് എന്താണ്? റേപ്പ് ക്യാൻ ഓൺലി ബി കമ്മിറ്റഡ് ബൈ എ man upon a woman. ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ മേൽ മാത്രമേ എന്ത് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പുരുഷന് മാത്രമേ ഒരു സ്ത്രീയുടെ മേൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റേപ്പ് എന്ന് പറയുന്ന ആക്ട് ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഈ പറയുന്ന നേരത്തെ പറയുന്ന 4 കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ഹെർ വിൽ, ആ സ്ത്രീയുടെ വില്ലിനെതിരായി, ആ സ്ത്രീയുടെ ആഗ്രഹത്തിനെതിരായി ചെയ്യുന്നു. വിത്തൗട്ട് ഹെർ കൺസെന്റ്, ആ സ്ത്രീയുടെ കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനുവാദം, ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ ചെയ്യുന്നു. യെസ്. പിന്നെ എന്താണ്? വിത്ത് ഹെർ കൺസെന്റ് ബട്ട് കൺസെന്റ് ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ബൈ പുട്ടിംഗ് ഹെർ ഓർ എനി അതർ പേഴ്സൺ ഇൻ ഹൂം ഷീ ഈസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഹാർട്ട്. അപ്പൊ എന്താണ്? കൺസെന്റ് ഒക്കെ ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണ്? ഈ കൺസെന്റ് പേടിപ്പിച്ചാണ് നേടിയത്. ഈ കൺസെന്റ് പേടിപ്പിച്ച് ഭയപ്പെടുത്തിയാണ് ഈ കൺസെന്റ് നേടിയത്. പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്. മറ്റൊന്ന് എന്താണ്? വിത്ത് ഹെർ കൺസെന്റ് ബട്ട് ആ കൺസെന്റ് എന്താണ്? when the man knows that he is not her husband and that her consent is given because she believes that he is another man to whom she is or believes herself to be lawfully married. എന്ത് ചെയ്യാണ്? ആൾമാറാട്ടം നടത്തിക്കൊണ്ട്, ഇംപെർസോണേഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഇംപെർസോണേഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ബൈ ഫ്രോഡ് കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇംപെർസോണേഷൻ നടത്തിക്കൊണ്ട് ബൈ ഫ്രോഡിൽ എന്ത് ചെയ്യാണ്? കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് ഈവൻ ദോ കൺസെന്റ് നൽകിയിരുന്നുവെങ്കിലും അത് റേപ്പ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. യെസ്. അടുത്ത എന്താണ്? വിത്ത് ഹെർ കൺസെന്റ്, അവരുടെ കൺസെന്റോട് കൂടി തന്നെയാണ്. പക്ഷെ എന്താണ്? at the time of giving such consent by reason of unsoundness of mind or intoxication or of intoxication or the administration by him personally or through another person of any stupefying or wholesome substances, she is unable to understand the nature and the consequences of that to which she has given the consent. അപ്പൊ എന്താണ്? ശരിയാണ്, കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, അതില് തർക്കമൊന്നുമില്ല. പക്ഷെ ആ കൺസെന്റ് എന്താണ്? കൊടുത്ത സമയത്ത് ഫുള്ളർ മെന്റൽ കപ്പാസിറ്റി ഇല്ല. എന്തില്ല? ഫുള്ളർ മെന്റൽ കപ്പാസിറ്റി ഇല്ല. ദാറ്റ് ഈസ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എക്സിസ്റ്റഡ്. എന്താണ്? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എക്സിസ്റ്റഡ്. അതായത് എന്താണ്? താൻ തന്റെ പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് മനസ്സിലാക്കാൻ മാത്രമുള്ള, തന്റെ ആക്ടിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കാൻ മാത്രമുള്ള എന്തുണ്ടായില്ല? ഒരു ബോധം ഈ കൺസെന്റ് കൊടുത്ത സമയത്ത് ആ കുട്ടിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആ ബോധ്യമില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബിക്കോസ് capacity of mind has been lost due to intoxication. Okay, intoxication കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ട്? മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി മൈൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്. അടുത്തത് വിത്ത് ഓർ വിത്തൗട്ട് ഹെർ കൺസെന്റ് when she is under 18 years of age. എന്താണ്? 18 വയസ്സിൽ താഴെയാണ്. അപ്പൊ കൺസെന്റ് ഉണ്ടായിട്ടും എന്തില്ല? വലിയ കാര്യമൊന്നുമില്ല. ഏഴാമത്തത് when she is unable to communicate consent. ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൺസെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? കൺസെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു. യെസ്, പോയിന്റ് കിട്ടിയോ? അപ്പം റേപ്പിന്റെ ഡെഫിനീഷൻ ആണ് ഇതിൽ വരുന്നത്.
റേപ്പിന്റെ ഡെഫിനീഷൻ ആണ് സെക്ഷൻ 63 വരുന്നത്. റേപ്പിന്റെ ഡെഫിനീഷൻ ആണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 63 വരുന്നത്. എടേ പോയിന്റ് കിട്ടിയോടെ? സംശയം എന്തേലും ഉണ്ടോ? സംശയം എന്തേലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു സംശയമില്ല എന്ന് കരുതിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യെസ്, സെക്ഷൻ 64. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. യെസ്, റേപ്പിന്റെ എടുക്കുമ്പം എക്സെപ്ഷൻ ഉണ്ട്, 2 എക്സെപ്ഷൻസ് ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. ഒന്നെന്താണ്? മെഡിക്കൽ പ്രൊസീജിയർ ഓഫ് ഇന്റർവെൻഷൻ ഷാൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റേപ്പ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പം റേപ്പിന്റെ മെഡിക്കൽ എടുക്കുന്ന സമയത്ത് പണ്ട്, അതായത് ഇപ്പം അത് സുപ്രീം കോടതി അത് ഇൻഹ്യൂമൻ ആണ് എന്ന് പറഞ്ഞ് ബാൻ ചെയ്തു. പക്ഷെ എന്താണ്, പണ്ട് ബാൻ ചെയ്തതിന് മുമ്പ് there was a test known as two-finger test. There was a test known as the two-finger test. അതായത് ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ എന്ത് ചെയ്യും, ഈ വജൈനയിലേക്ക് 2 വിരലുകൾ ഇട്ടിട്ടാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പൊ അത് സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്, അത് റേപ്പിന്റെ ഡെഫിനേഷനിൽ വരില്ലേ? സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് റേപ്പിന്റെ ഡെഫിനേഷനിൽ വരില്ലേ? യെസ്, അത് ഉറപ്പായും എന്ത് ചെയ്യും, റേപ്പിന്റെ ഡെഫിനേഷനിൽ വരും. പക്ഷെ എന്താണ്, അതൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയതുകൊണ്ട്, അതൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർ ദി പർപ്പസ് ഓഫ് ആ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തല്ല, ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് കൺസിഡേർഡ് റേപ്പ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത രണ്ടാമത്തത്, സെക്ഷൽ ഇന്റർകോഴ്സ് ഓർ സെക്ഷൽ ആക്ട്സ് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ് നോട്ട് ബീങ് 18 years of age ഈസ് നോട്ട് റേപ്പ്. അതായത് നമുക്കറിയാലോ, നമ്മൾ ഫാമിലിയിലൊക്കെ പഠിക്കുമല്ലോ, കസ്റ്റംസ്, ചില കസ്റ്റംസ് പ്രകാരം എന്താണ്, അവര് ഈ 18 yearsന്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യില്ല. അവരെന്ത് ചെയ്യും, കുട്ടി പ്യൂബർട്ടിയിലായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കല്യാണം കഴിച്ചു വിടും. അപ്പം അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യില്ല, അത് ഈ പറയുന്ന പ്രകാരമുള്ള റേപ്പിന്റെ സെക്ഷൻ 63 ഓഫ് BNS പറയുന്ന റേപ്പിന്റെ ഡെഫിനീഷനിൽ വരില്ല. പോയിന്റ് മനസ്സിലായോ? സെക്ഷൻ 63 ഓഫ് BNSന്റെ റേപ്പിന്റെ ഡെഫിനീഷനിൽ വരില്ല. പക്ഷെ അത് പോക്സോ ഒഫൻസ് ആണ് കേട്ടോ. പോക്സോ 2012 പ്രകാരമുള്ള ഒരു ഒഫൻസ് ആയിട്ട് തന്നെ ആയിരിക്കും അത് കണക്കാക്കുക. അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഈ ഹസ്ബൻഡ് നേരിടേണ്ടതായിട്ട് വരും. ഇനി പണിഷ്മെന്റ് ഫോർ റേപ്പ്. പണിഷ്മെന്റ് ഫോർ റേപ്പ് വരുന്നത്, ഇതിൽ ആദ്യം പറയുന്നത് rigorous imprisonment of either description which is not less than 10 years which may extended up to life imprisonment. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. എന്താണ്? അപ്പം പോയിന്റ് ഓർത്ത് വെക്കട്ടെ. എന്താണ്? ഒന്ന്, റേപ്പിന്റെ പണിഷ്മെന്റ് എന്താണ്? പണിഷ്മെന്റ് rigorous imprisonment up to life imprisonment which may be from 10 years onwards. 10 വർഷം മുതൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ, ജീവപര്യന്തം വരെ കിട്ടും. അപ്പം സെക്ഷൻ 63 പ്രകാരമുള്ള BNSലെ സെക്ഷൻ 63 പ്രകാരമുള്ള ഒരു ഒഫൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് കിട്ടും? യെസ്, ഈ പറയുന്ന പോലെ 64 സെക്ഷൻ 64 പ്രകാരം ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ കിട്ടും. യെസ്, ഇനി അതിന് കുറച്ച് അതിന്റെ ക്രൈമിന്റെ ഗ്രാവിറ്റി നമ്മൾ നിശ്ചയിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതൊരു പോലീസ് ഓഫീസർ ആണ്. ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിൽ വെച്ചോ, അദ്ദേഹത്തിന്റെ സ്റ്റേഷന്റെ അകത്ത് വെച്ചോ, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു സ്ത്രീയോടോ ചെയ്യുകയാണ് എങ്കിൽ അത് ഒരു കേസാണ്. പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ, അതായത് നമ്മള് പവർ ഉപയോഗിച്ചുകൊണ്ട് എനിവേ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആ വിക്ടിമിന്റെ വൾണറബിലിറ്റിയെ
വിക്ടിമിന്റെ വൾണറബിലിറ്റിയെ ചൂഷണം ചെയ്തുകൊണ്ട്, വിക്ടിമിന്റെ വൾണറബിലിറ്റിയെ മുതലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചിലപ്പോൾ അവർക്ക് എന്താണ്, അവർ നമ്മുടെ കീഴിൽ, നമ്മുടെ സബോർഡിനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പം എന്താണ്, നമ്മൾ റേപ്പ് ചെയ്തു, ശരിക്കും അത് ഡിഫൻസ് ആർഗ്യൂ ചെയ്യുമ്പോൾ ഡിഫൻസിന് ആർഗ്യൂ ചെയ്യുമ്പോൾ എന്താണ്, ദാറ്റ് വാസ് എ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അതൊരു കൺസെൻഷ്യൽ ഇന്റർകോഴ്സ് ആയിരുന്നു എന്ന് ആർഗ്യൂ ചെയ്യാം. അങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പോൾ അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്താണ്? യെസ്, കൺസെന്റ് തന്നിരുന്നു, ബട്ട് ദാറ്റ് കൺസെന്റ് വാസ് അണ്ടർ ഫിയറോട് കൂടിയിട്ട്. അപ്പൊ ആ ഒരു കേസുകൾ എടുക്കുക. വിക്ടിമിന് എന്തുണ്ട്? വിക്ടിം ഈസ് അണ്ടർ ദ ഫിയർ. വിക്ടിം ഫിയറിലായിരിക്കുന്ന സമയങ്ങൾ, ഇപ്പൊ എന്താണ്, മാനേജ്മെന്റ് സ്റ്റാഫ് ഓഫ് ജയില്, പിന്നെ എന്താണ്, ഹോസ്പിറ്റല്, റിലേറ്റീവ് ഗാർഡിയൻ ടീച്ചർ, ഓക്കെ, ട്രസ്റ്റ്, ഒരു ഫിഡേഷ്യറി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം, കമ്മ്യൂണൽ റിലേഷൻഷിപ്പ്, പിന്നെ എന്താണ്, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്യുന്നു. ഓക്കെ, അതായത് കൺസെന്റ് കൊടുക്കാൻ കഴിയാത്ത, കിടപ്പ് രോഗികളായിട്ടുള്ള, അല്ലെങ്കിൽ മിണ്ടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബുദ്ധി ഭ്രംശമുള്ള, ഓക്കെ, യെസ്, ബീയിങ് ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ഡോമിനൻസ് ഓവർ എ വുമൺ, ഈ പറയുന്ന ബോസ്, അല്ലെങ്കിൽ എന്താണ്, കമ്പനിയിൽ ഉയർന്ന ജോലിയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പോലീസുകാര്, ഓക്കെ, റിസർച്ച് ഗൈഡുമാര്, യെസ്, അങ്ങനെയുള്ള ആൾക്കാര്, ഓക്കെ, മെന്റൽ ഓർ ഫിസിക്കൽ ഡിസബിലിറ്റി while committing rape causes grievous bodily harm or maims or disfigures or endangers life of the woman, commits rape on repeatedly the same woman, പീഡിപ്പിച്ച വ്യക്തിയെ തന്നെ എന്ത് ചെയ്യാണ്, വീണ്ടും വീണ്ടും തന്നെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കേസുകൾ വരുമ്പോൾ എന്താണ്, rigorous imprisonment which shall not be less than 10 years but which may extend up to life imprisonment. അത് നേരത്തെ പറഞ്ഞ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ല, but the life imprisonment that is for the remainder of the person's natural life. മരിക്കുന്നത് വരെ, യെസ്, മരിക്കുന്നത് വരെ എന്താണ്, ജയിലിൽ കിടക്കുക. അങ്ങനെയായിരിക്കും ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് ചെയ്യുന്ന, അതായത് വിക്ടിമിന്റെ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കുന്നവർക്കുള്ള ശിക്ഷ അങ്ങനെയാണ് വരിക. 10 years to, അതും 64-ൽ തന്നെയാണ് കേട്ടോ പറയുന്നത്, 10 years to life imprisonment, that is natural end of life. That is natural end of life. ജീവിതത്തിന്റെ സ്വാഭാവിക അവസാനം വരെയുള്ള കാലഘട്ടം. പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? അതാണ് സെക്ഷൻ 64-ൽ പറയുന്നത്. അപ്പൊ 63 കിട്ടി, 64 കിട്ടി. സംശയമൊന്നുമില്ലാന്ന് കരുതിക്കോട്ടെ. യെസ്, സംശയമൊന്നുമില്ലാന്ന് കരുതിക്കോട്ടെ. സെക്ഷൻ 63-യും 64-ഉം ഡൗട്ട് ഒന്നുമില്ല, പക്കയാണെന്ന് കരുതിക്കോട്ടെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അതാണ് സെക്ഷൻ 65. ഓക്കെ, സെക്ഷൻ 65 എന്ന് കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ ഗ്രേവ് ആയിട്ടുള്ള ഓഫൻസ് ആണ് കൊടുക്കുന്നത്. commits rape of a woman under the age of 16 years shall be punished with a rigorous imprisonment which shall not be less than 20 years but which may extend imprisonment for life, which means natural remainder of the person's death, shall be liable for a fine. അപ്പൊ എന്താണ്, 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടി കൺസെന്റ് കൊടുത്തു എന്ന് കരുതിക്കോളൂ. യെസ്, 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി കൺസെന്റ് കൊടുത്തു. അവർ കോടതിയിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ കൺസെന്റ് കൊടുത്തു എന്ന്. പക്ഷെ അപ്പോഴും എന്താണ്, കോർട്ട് അത് എന്ത് ചെയ്യില്ല, കോർട്ട് വിൽ നോട്ട് കൺസിഡർ ഇറ്റ്. അത് അൺലെസ് that lady is this person's wife, ഈ വ്യക്തിയുടെ ഭാര്യ അല്ലാതെ, ഈ പറയുന്ന അക്യൂസ്ഡിന്റെ വൈഫാണ് വിക്ടിം. അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ കസ്റ്റമറി മാരേജ് റൈറ്റ്സ് പ്രകാരം അവർക്ക് ചില അവകാശങ്ങളുണ്ട്. അത് ശരിയാണ്. കസ്റ്റമറി മാരേജസിന്റെ പ്രൊവിഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് ചില എന്തുണ്ട്, അവർക്ക് ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ട്രൈബൽസ് അങ്ങനെയുള്ളവർക്കാണ് അത് കൂടുതലായിട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഫാമിലിയിൽ ഒരു പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ വരുമ്പം 16 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, ആ പെൺകുട്ടി കൺസെന്റ് കൊടുത്തു എന്ന് തന്നെ വെക്കുക. ഓക്കെ,
എന്റെ കലിപ്പേട്ടനാണ്, ഓക്കെ, ഞാൻ കലിപ്പന്റെ കാന്താരിയാണ്, അങ്ങനെ എന്ത് ചെയ്യാണ് ഇവര് കൺസെന്റ് കൊടുത്തു. അങ്ങനെ കൺസെന്റ് കൊടുത്താലും അതെന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് റേപ്പ്. അത് റേപ്പാണ്. സെക്ഷൻ 65 വരുന്ന റേപ്പാണ്. സെക്ഷൻ 64 വരുന്ന റേപ്പ് അല്ല, സെക്ഷൻ 65 വരുന്ന റേപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വല്ല പിടുത്തമുണ്ടോ? 20 വർഷം മുതൽ 20 years to നാച്ചുറൽ എൻഡ് ഓഫ് ലൈഫ്. ഓക്കെ, 20 years to നാച്ചുറൽ എൻഡ് ഓഫ് ലൈഫ്, അതാണ് അതിന്റെ കാലാവധി. യെസ്, പോയിന്റ് കിട്ടിയോ? പിന്നെ എന്തുണ്ടാവും? ഫൈനും കൊടുക്കണം. ഫൈനും കൊടുക്കണം. ആൻഡ് ദിസ് ഫൈൻ മസ്റ്റ് ബി ജസ്റ്റ് ആൻഡ് റീസണബിൾ ടു മീറ്റ് ദി മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ദി വിക്ടിം. മെഡിക്കൽ എക്സ്പെൻസസും റിഹാബിലിറ്റേഷനും ഒക്കെ മീറ്റ് ചെയ്യാൻ ഉതകുന്നതായിരിക്കണം. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? സെറ്റ് അല്ലേ? യെസ്. അപ്പം സെക്ഷൻ 65 കിട്ടി. ഇനി ഇത് അടുത്ത പ്രശ്നമുണ്ട്. ഓക്കെ, സെക്ഷൻ 65ന്റെ 2 വരുന്നുണ്ട്. സെക്ഷൻ 65ന്റെ 2 എന്താണ് പറയുന്നത്? Whosoever commits rape of a woman അല്ലെങ്കിൽ child under 12 years of age shall be punished with a rigorous imprisonment which shall not be less than the term of 20 years but which may extend up imprisonment for life, okay, of natural persons or with the death. Okay, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? സെക്ഷൻ 65ന്റെ 2 എന്താണ് മക്കളെ പറയുന്നത്? ഒരു വ്യക്തി, ഓക്കെ, ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? 12 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫാക്ടേഴ്സ് ഒക്കെ കണക്കിലെടുക്കും. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ കണക്കിലെടുത്തിട്ട് അതിലെന്ത് നോക്കും? അതില് ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം നോക്കും. ഓക്കെ, അതിലെന്ത് നോക്കും? ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം നോക്കും. അപ്പൊ ഈ ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം വരുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഒരു ഫിഡേഷ്യറി റിലേഷൻഷിപ്പിലായിരിക്കുന്നു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ടീച്ചർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? ഡെത്തിലേക്ക് പോകും. ഓക്കെ, ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത് ആകും. ഇനി അതെന്താണ്? അതിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്തായാലും 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടിയോട് റേപ്പ് ചെയ്യുകയാണ് എങ്കിൽ 20 കൊല്ലം എന്താണ്? 20 കൊല്ലം ഇരിപ്പതാണ്. ഓക്കെ, 20 കൊല്ലം ഇരിപ്പതാണ്. യെസ്, ബാക്കിയൊക്കെ അതിന്റെ ക്രൈമിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് ആണ് വരിക. യെസ്, അതിൽ മാക്സിമം എന്താണ്? 65ന്റെ 2 വധശിക്ഷ വരെ കിട്ടാം. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, അടുത്തത് സെക്ഷൻ 66ലേക്ക് പോകാം. ഓക്കെ, എന്താണ് നമ്മുടെ റിസൾട്ടിങ്? എന്താണ്? ഡെത്ത് ഓർ PVS. റേപ്പ് നടന്നു. ആ റേപ്പ് നടന്നതിന്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഐദർ ഡെത്ത് ഓഫ് ദി വിക്ടിം സംഭവിച്ചു, ഡെത്ത് ഓഫ് ദി വിക്ടിം സംഭവിച്ചു, ഓർ അവിടെ എന്ത് സംഭവിച്ചു? PVS. ഓർ അവിടെ എന്ത് സംഭവിച്ചു? PVS അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് അത് മാറി. ഓക്കെ, പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് അത് മാറി. ആ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അരുണ ഷാങ്ബാങ് ഒക്കെ കിടന്നതുപോലെ വിക്ടിം എന്താകുന്നു? പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു എന്താണ് പറയാ, ഒരു ജീവച്ഛവമായിട്ട്, പാരലൈസ്ഡ് ആയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, എന്താണ്? കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രതികരിക്കാൻ പറ്റുന്നില്ല. മിയർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ദർ ഈസ് ഓൺലി എ മിയർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. പോയിന്റ് കിട്ടിയോ? യെസ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഹൂഎവർ കമ്മിറ്റ്സ് എന്താണ്? The offense punishable under section 1 or section 2 of the section 64, rape. Yes. In course of such commission inflicts an injury and which causes death of a woman or causes the woman to be in
persistent vegetative state shall be punished with a rigorous imprisonment, which shall not be less than 20 years, but which may extend up to life imprisonment, which is a reminder for the person's natural life or with death. Or with death. പോയിന്റ് കിട്ടിയോ? അപ്പം വിക്ടിമിന്റെ ഡെത്തോ ഓർ PVS, വിക്ടിമ മരണപ്പെടുകയോ അല്ലെങ്കിൽ വിക്ടിമ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ആയിരിക്കുകയോ, പെർസിസ്റ്റന്റ് റേപ്പിന്റെ റിസൾട്ട് ആയിട്ട് വിക്ടിം മരണപ്പെടുകയോ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ മാറുകയോ ചെയ്യുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ 20 വർഷം ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. ഓർ കേസിന്റെ ഗ്രാവിറ്റി പരിഗണിച്ചുകൊണ്ട് തന്നെ എന്താണ്, ഇൻ കേസ് ദർ ആർ ഡെത്ത് പെനാൾട്ടിയും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. യെസ്. ഇനി എന്താണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ. അത് നമുക്കറിയാം എന്താണ് ഈ പറയുന്നത്, ജുഡീഷ്യൽ സെപ്പറേഷന്റെ സമയത്ത്. ഹിന്ദു മാരേജ് ആക്ടിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മാരേജ് ആക്ടിലൊക്കെ പറയുന്ന എന്തുണ്ട്, there is something called judicial separation. അപ്പൊ ഈ ജുഡീഷ്യൽ സെപ്പറേഷന്റെ സമയത്ത് എന്ത് പറ്റില്ല, സെക്ഷൽ ഇന്റർകോഴ്സ് പെർമിറ്റഡ് അല്ല. യെസ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. whosoever has sexual intercourse with his own wife, അവന്റെ സ്വന്തം ഭാര്യയാണ്, who is living separately under the degree of separation or otherwise without her consent. ഇനി അങ്ങനെ അല്ല എങ്കിൽ എന്താണ്, ആ സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ, shall be punished with an imprisonment of either for a term which shall not be less than 2 years, which may extend up to 7 years and liable for a fine. അപ്പൊ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇപ്പോഴും എന്തല്ല, മാരിറ്റൽ റേപ്പ് എന്തല്ല, ഒരു ഒഫൻസ് അല്ല. ഇന്ത്യയിൽ ഇപ്പോഴും മാരിറ്റൽ റേപ്പ് ഒരു ഒഫൻസ് അല്ല. യെസ്. പോയിന്റ് കിട്ടിയോ? ഒരു പോയിന്റ് കിട്ടിയോ? അപ്പൊ ഇതെന്താണ്, ജുഡീഷ്യൽ സെപ്പറേഷനിലായിരിക്കുമ്പോൾ, ജുഡീഷ്യലി ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുകയാണ്, ജുഡീഷ്യൽ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, വൈഫുമായിട്ട് പോയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അത് ഒരു ഒഫൻസ് ആയിട്ട് വൈഫ് റൈസ് ചെയ്യുകയും. നമുക്കറിയാം എന്താണ്, കോടതി പോയിട്ട് ഇപ്പൊ കോടതി ജുഡീഷ്യൽ സെപ്പറേഷന്റെ ഡിഗ്രി പാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ഓരോ വീട്ടിലും പോയി നോക്കൂലല്ലോ. സോ അപ്പൊ എന്താണ്, ആ വൈഫ് അത് പിന്നീട് ഒരു കംപ്ലൈന്റ് ആയിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാലാണ് ഇതെന്താവുന്നത്, ഇതൊരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്ഷൻ 67 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത. യെസ്. പോയിന്റ് കിട്ടിയോ? അടുത്തത് യെസ്, സെക്ഷൻ 68. ഓക്കെ, അടുത്ത പ്രശ്നം, സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. ഓക്കെ, അതായത് നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് പറയാം, എന്താണ്, അബ്യൂസ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. അതായത് എന്താണ്, നമുക്കിപ്പോ ഒരു ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, നമ്മുടെ കേസ് ഹാൻഡിൽ ചെയ്യുന്ന വക്കീല്, ഇവരൊക്കെയായിട്ട് നമുക്ക് എന്തുണ്ടാകും, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ പല സീക്രട്സും ചിലപ്പോൾ അവരോട് പറഞ്ഞു വന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പൊ നമ്മുടെ 5-6 വർഷം മുമ്പ് ഒരു കേസ് വന്നായിരുന്നു. അതായത് ഒരു പള്ളിയിൽ കൺഫസ് ചെയ്യുന്ന സമയത്ത്, കുമ്പസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു സ്ത്രീ അവർക്കുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ പള്ളിയിലച്ഛൻ എന്ത് ചെയ്തു, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ കാര്യം പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ 3-4 ഫ്രണ്ട്സ് ആയിട്ടുള്ള മറ്റു പള്ളിയിലച്ഛന്മാരും എന്ത് ചെയ്തു, ഇവരെ റേപ്പ് ചെയ്തു. സോ അതെന്താണ്, അബ്യൂസ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അബ്യൂസ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ്. യെസ്. പോയിന്റ് കിട്ടിയോ? Yes, whoever being in a position of authority or in a fiduciary relationship, a public servant, superintendent or manager of a jail, remand home or other place of custody established under any law for the time being in force, or a woman or children's institution, on the management of a hospital or being a staff of the hospital. So അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു അത് റേപ്പ് അല്ല. ഓക്കെ,
നമുക്കത് പറയാം എന്താണ്, അത് റേപ്പ് അല്ല, അത് കൺസെന്റ് ആണ്. അത് കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, റേപ്പ് അല്ലാതെ കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്ന് സമ്മതിച്ചു. ബട്ട് അതെന്താണ്, ആ കൺസെന്റ് നേടിയിരിക്കുന്നത് എന്താണ്, അത് ഈ ഫിഡേഷ്യറി റിലേഷൻഷിപ്പിന്റെ പുറത്താണ്. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, സച്ച് അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, premises to have sexual intercourse with him, such a sexual intercourse not amounting to the offense of rape. ഓക്കെ, അതെന്താണ്, എഗെയിൻസ്റ്റ് ദ വിൽ അല്ലെങ്കിൽ വിത്തൗട്ട് ദ കൺസെന്റ് അല്ല. കൺസെന്റ് കൊടുക്കുന്നുണ്ട് വിത്ത് ഹെർ വിൽ ആണ്, പക്ഷെ ആ കൺസെന്റ് കൊടുത്തിരിക്കുന്നത് എന്തിന്റെ പുറത്താണ്, ഈ ഒരു ഫിഡേഷ്യറി റിലേഷൻഷിപ്പിന്റെ പുറത്താണ്. യെസ്, പോയിന്റ് മനസ്സിലായോ? Shall be punished with a rigorous imprisonment for a term which is not less than 5 years, which may extend up to 10 years. Okay, which is not less than 5 years and which may extend up to 10 years. Yes, point കിട്ടിയോ? സോ അതാണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 68 വരുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 68 വരുന്നത്. യെസ്, പോയിന്റ് കിട്ടിയോ? ഇവിടെ പോയിന്റ് കിട്ടിയോ? പക്കാ സെറ്റ് അല്ലേ? പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. യെസ്, യെസ്. അടുത്തതാണ് സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ്. ഓക്കെ, സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവാൻ അതാണ് എളുപ്പം. ഓക്കെ, അതെന്താണ്? ഓക്കെ, നിനക്ക് ജോലി വാങ്ങിത്തരാം, നിനക്ക് ചായ വാങ്ങിത്തരാം, നിനക്ക് ചുരിദാർ വാങ്ങിത്തരാം, ഓക്കെ, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട്, ഓക്കെ, തുടങ്ങിയ പ്രലോഭനകരമായ ഓഫറുകൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഒരു സ്ത്രീയെ ശാരീരിക ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയും റേപ്പ് നടന്നിട്ടില്ല. ഓക്കെ, അവിടെ കൺസെന്റ് എന്തുണ്ട്, ഫുള്ളർ കൺസെന്റ് ഉണ്ട്. ഓക്കെ, ഫുൾ കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൺസെന്റ് എന്തിന്റെ പുറത്തായിരുന്നു? ഈ പറയുന്ന പോലെ ഫ്രോഡ് ആക്ടിവിറ്റിയുടെ പുറത്തായിരുന്നു. ആ കൺസെന്റ് എന്തിന്റെ പുറത്തായിരുന്നു? ഫ്രോഡ് ആക്ടിവിറ്റിയുടെ പുറത്തായിരുന്നു. നോക്കുക. ഓക്കെ, whoever by deceitful means or by making promise to marry to a woman without any intention of fulfilling the same has sexual intercourse with her, and such sexual intercourse not amounting to the offense of rape shall be punished with the imprisonment of either term which may extend up to 10 years and shall be liable for a fine. ഇതിൽ ഡിസൈറ്റ്ഫുൾ മീൻസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഫാൾസ് പ്രോമിസ് ഓഫ് എംപ്ലോയ്മെന്റ്, പ്രൊമോഷൻ, മാരിയിങ് ബൈ സപ്രസിങ് ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞതേ കാര്യം എന്താണ്? പ്രലോഭിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ എന്താണ് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവർക്ക് മെറ്റീരിയൽ ഗെയിൻസ് കൊടുക്കാം. അവർക്ക് മെറ്റീരിയൽ ഗെയിൻസ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതാണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 69 വരുന്നത്. ഓക്കെ, സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ് അപ് ടു എന്താണ്? പണിഷ്മെന്റ് അപ് ടു 10 ഇയേഴ്സ് ആണ് വരിക. പണിഷ്മെന്റ് അപ് ടു 10 ഇയേഴ്സ് ആണ് വരിക. അടുത്തതാണ് ഗ്യാങ് റേപ്പ്. ഓക്കെ, സെക്ഷൻ 70. ഓക്കെ, സെക്ഷൻ 70 വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒഫൻസ്, ഒരു ഇതാണ്. കാരണം ഇത് ന്യൂലി നമ്മുടെ പുതിയ BNS വന്നപ്പം അതില് പുതിയ കുറെ എന്താണ് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത്. യെസ്, നോക്കാം. വേറെ വുമൺ ഈസ് റേപ്ഡ് ബൈ one or more persons constituting a group or acting in furtherance of a common intention, each of those persons shall be deemed to have committed the offense of rape and shall be punished with a rigorous imprisonment for a term which shall not be less than 20 years
but which may extend to imprisonment for a life, which shall mean imprisonment for the remainder of the person's life and with a fine. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഒന്നിൽ കൂടുതൽ ആളുകൾ, ഓക്കെ, 1 or more persons. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണ് ഒരാൾ ചെയ്താൽ അത് എങ്ങനെയാ ഗ്യാങ് റേപ്പ് ആവുക? അത് സാധാ റേപ്പ് അല്ലേ? അങ്ങനെയല്ല വരിക. ഇപ്പം ഒരാള് റേപ്പ് ചെയ്യുകയും, റേപ്പ് ചെയ്യുന്നത് ഒരാളാണ്. നമ്മുടെ പഴയ ഈ ഹിന്ദി സിനിമകളിലും മലയാള സിനിമകളിലൊക്കെ കാണുന്ന പോലെ എന്താണ്, ഒരു പാടത്ത് പോയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ തോട്ടത്തിൽ കുടിയാന്മാരായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ എന്ത് ചെയ്യും, രാത്രി പറയുന്ന മുതലാളിയുടെ പണിക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് മുതലാളിക്ക് ഇട്ട് കൊടുക്കും. അവിടെ സംഭവം ശരിയാണ്, എന്താണ്, റേപ്പ് ചെയ്യുന്നത് മുതലാളിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്താണ് അവിടെ, there has been a concurrence of mind. കൺകറൻസ് ഓഫ് മൈൻഡ് അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ പറയൂ, എന്താണ് ഈ കൺകറൻസ് ഓഫ് മൈൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യെസ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് കൺകറൻസ് ഓഫ് മൈൻഡ്? എന്താണ്, മുതലാളി അത് ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളുമായി ഞങ്ങൾ പുറത്തുണ്ട് മുതലാളി. സോ അപ്പൊ എന്താണ്, ദോ അവിടെ ഒരാളാണ് ആക്ട് കമ്മിറ്റ് ചെയ്തത് എങ്കിലും, പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? there was active partners. ആ ഒരു ആക്ട് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇപ്പം ഇത് ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇതാണ് നമ്മുടെ ആ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ള പെൺകുട്ടിയുടെ വീട് എന്ന് കരുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ മുതലാളിയുടെ വീട്, വലിയ വീട്. ഓക്കെ, ഇതാണ് നമ്മുടെ മുതലാളിയുടെ വീട്, വളരെ വലിയ വീട്. അപ്പൊ നമ്മൾ ഈ മുതലാളിയുടെ വീട്ടിൽ നിന്ന്, മുതലാളി ഒരു ദിവസം എന്ത് ചെയ്യാണ്, രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ്. നമ്മുടെ തോളത്ത് മറ്റേ നേരിയതൊക്കെ ഇട്ട് വടിയൊക്കെ കുത്തിപ്പിടിച്ച് മുതലാളി നടക്കാൻ ഇറങ്ങുമ്പോഴായി പെൺകുട്ടിയെ കാണുന്നു. ഈ മുറിക്ക് വീടിന്റെ അകത്തേക്ക് തള്ളിയിട്ട് അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. അത് സാധാരണ റേപ്പ്. ഓക്കെ, ഗ്യാങ് റേപ്പിന്റെ പരിധിയിൽ വരില്ല. നേരെ മറിച്ച് മുതലാളി എന്ത് ചെയ്തു, രാവിലെ നടക്കാൻ പോകുമ്പോൾ ഈ കുട്ടിയെ കാണുന്നു. മുതലാളിക്ക് എന്ത് ചെയ്തു, ഒരാഗ്രഹം തോന്നി. മുതലാളി രാത്രി തന്റെ വീട്ടിൽ വന്നിട്ട് തന്റെ പണിക്കാരെ വിളിച്ചു. എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, അവളെ പോയി പൊക്കിക്കൊണ്ട് വാടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എ എന്ന പണിക്കാരൻ, ബി എന്ന പണിക്കാരൻ, സി എന്ന പണിക്കാരൻ, ഡി എന്ന പണിക്കാരൻ, ഇ എന്ന പണിക്കാരൻ, എഫ് എന്ന പണിക്കാരൻ, ഈ പണിക്കാരെല്ലാരും കൂടെ എന്ത് ചെയ്തു, രാത്രി ചൂട്ടൊക്കെ കത്തിച്ച്, ഓക്കെ, ഒരു ജാഥയ്ക്കുള്ള ആള് പോലെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെ തട്ടി തോളെ കയറ്റി ഇവിടെ മുതലാളിക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഇവർക്കറിയാലോ, ഓക്കെ, രാത്രി ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാനല്ല മുതലാളി ആ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന്. ഓക്കെ, എന്താണ്, ഇവർക്ക് നന്നായി അറിയാം മുതലാളി ആ കുട്ടിയെ റേപ്പ് ചെയ്യാനാണ് കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന്. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവരതിനോട് കൺകർ ചെയ്തു. ഇവരുടെ മനസ്സ് എന്ത് ചെയ്തു, അതുമായിട്ട് പൂർണ്ണമായും യോജിച്ചു. ഓക്കെ, ഒരു കുഴപ്പമില്ല, മുതലാളി അത് ചെയ്തോളൂ. അപ്പൊ അതെന്താണ്, ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഗ്യാങ് റേപ്പ്. ഓക്കെ, സംഭവം ശരിയാണ്, മുതലാളി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവരെന്താണ്, അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. ഇനി അതുപോലെ ഇവരും കൂടെ റേപ്പ് ചെയ്തിരുന്നെങ്കിലും അത് ഗ്യാങ് റേപ്പ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ പഴയ നമ്മുടെ IPC സെക്ഷൻ 34 ഓർക്കുന്നില്ലേ? നമ്മുടെ പഴയ IPC സെക്ഷൻ 34 ഓർക്കുന്നില്ലേ? കോമൺ ഇന്റൻഷൻ, കോമൺ ഒബ്ജക്ട്. കോമൺ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺകറൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം. കോമൺ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺകറൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ എന്താണ് ഈ കോമൺ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺകറൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്? എന്താണ് ഈ കോമൺ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺകറൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്? ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിയുകയും ആ പ്രവൃത്തിക്ക് വേണ്ട എല്ലാ ധാർമ്മിക പിന്തുണയും മറ്റു വ്യക്തി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ആ പിന്തുണ നൽകിയ വ്യക്തിയും എന്ത് ചെയ്യും, മറ്റേ പ്രവൃത്തി അല്ലെങ്കിൽ ആ ആക്ട് ചെയ്തതിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടാണ് കോർട്ട് കണക്കാക്കുക. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആ പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് ഒക്കെ അറിയാമല്ലോ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആ പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് ഒക്കെ അറിയാമല്ലോ. അപ്പൊ പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സെയിം ലോജിക് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താണ്, അത് ഗ്യാങ് റേപ്പ് ആയിട്ട് തന്നെ കണക്കാക്കും. അങ്ങനെ ഗ്യാങ് റേപ്പ് ആയിട്ട് കണക്കാക്കുമ്പോൾ അതിലെ എല്ലാവർക്കും, ഓക്കെ, ആദ്യം റേപ്പ് ചെയ്തവൻ അല്ലെങ്കിൽ അവസാനം റേപ്പ് ചെയ്തവൻ, അങ്ങനെ പ്രത്യേകിച്ച് എക്സെപ്ഷൻ ഒന്നുമില്ല. ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്നുള്ളത് നമുക്ക് എന്താണ്, A1 A2 അത് കോടതി ഭാഷയിൽ എഴുതാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. അതല്ലാതെ എന്താണ്, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഒന്നുമില്ല.
ഒന്നാം പ്രതി ഇപ്പൊ 9 പേരുണ്ട് എന്ന് കരുതിക്കോ. ഒന്നാം പ്രതിക്ക് വധശിക്ഷ, രണ്ടാം പ്രതിക്ക് 5 കൊല്ലം തടവ്, അങ്ങനെ വരില്ല. ആ ആക്ട് ഈ എല്ലാവരും കുറ്റം ചെയ്തു എന്ന് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, 20 വർഷത്തിൽ കുറയാത്ത സെൻട്രൽ ജയിൽവാസം ഉറപ്പാ. ഓക്കെ, 20 വർഷത്തിൽ കുറയാത്ത സെൻട്രൽ ജയിൽവാസം ഉറപ്പാണ്. അതുകൂടാതെ എന്താണ്, അത് വേണമെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആക്കാം. അങ്ങനെ അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റേ 14 കൊല്ലത്തിന്റെ കണക്കല്ല, ടിൽ ദി എൻഡ് ഓഫ് നാച്ചുറൽ ലൈഫ്. ഓക്കെ, ബയോളജിക്കൽ ആയിട്ട് മരിക്കണ വരെ സെൻട്രൽ ജയിലാ. യെസ്, പോയിന്റ് കിട്ടിയോ? ബയോളജിക്കൽ ആയിട്ട് മരിക്കണ വരെ സെൻട്രൽ ജയിലായിരിക്കും. യെസ്, എടേ പോയിന്റ് സെറ്റ് അല്ലേ? എടേ പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എന്നാ ഇനി അടുത്തത് പിടിച്ചോ. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യം. യെസ്, ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ സെക്ഷൻ 70ന്റെ 2 പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ഗ്യാങ് റേപ്പ് ചെയ്യുന്നത് എങ്കിൽ എന്താണ്, ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ടിൽ ദി നാച്ചുറൽ എൻഡ് ഓഫ് ലൈഫ്. അതല്ല എങ്കിൽ എന്താണ്, ഡെത്ത്. ഓക്കെ, ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ദി നാച്ചുറൽ എൻഡ് ഓഫ് ലൈഫ്. അതല്ല എങ്കിൽ എന്താണ്, ഡെത്ത് പെനാൽറ്റി ആണ് വരിക. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. പിന്നെ അതിന്റെ ഫൈൻ ഉണ്ടാവും. അത് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഇത്ര എമൗണ്ട് എന്ന് പറയാത്തത് എന്താണ്, that fine must be enough to rehabilitate the victim. ആ വിക്ടിമെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ മാത്രം ഉതകുന്ന അത്രയും ഫൈന് ഉണ്ടായിരിക്കണം. യെസ്, പോയിന്റ് കിട്ടിയോ? ഇനി അടുത്തത് വരുന്നത് സെക്ഷൻ 71. ഓക്കെ, സെക്ഷൻ 71 എന്താണ്, പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. സ്ഥിരമായി എന്ത് ചെയ്യാണ്, സ്ഥിരം കുറ്റവാളികൾ, റിപ്പീറ്റ് ഒഫൻഡേഴ്സിന് എന്ത് കൊടുക്കാം, who has been previously convicted under 64, 65, 66, 70. സബ്സിക്വന്റ് കൺവിക്ട്, പിന്നെയും കൺവിക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, either imprisonment for life, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം, or with death. അപ്പൊ റിപ്പീറ്റഡ് ഒഫൻസിന് എന്താണ്, വരിക, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് or death. Yes, imprisonment for life or death. Yes, point കിട്ടിയോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് വരുന്നത് സെക്ഷൻ 72 ആണ്. യെസ്, അടുത്തത് വരുന്നത് സെക്ഷൻ 72 ആണ്. ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൈൻ ഒഫൻസസ്. നമുക്ക് എന്തറിയാം, ഒരു കാരണവശാലും ഒരു വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു കാരണവശാലും എന്താണ്, ഒരു വിക്ടിമിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്താണ്, വിക്ടിം ആയിട്ടുള്ള 64, 65, 66, 67, 68, 69, 70, 71 അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒഫൻസില് വിക്ടിം ആയിട്ടുള്ളവരുടെ ഐഡന്റിറ്റി, ഓക്കെ, അവരുടെ പേര് തന്നെയല്ല, ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ പേര് മാത്രമല്ല, അവരുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയെ, വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യുകയാണ് എങ്കിൽ അത് എന്തിൽ വരും, അത് ഇതിന്റെ സെക്ഷൻ 72ന്റെ പരിധിയിൽ വരികയും shall be punished with an imprisonment which may extend up to 2 years and also liable for a fine. Okay, അതിന് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. ഓതറൈസേഷൻ ഇൻ റൈറ്റിംഗ് ഓഫ് ദ വിക്ടിം. ഓക്കെ, വിക്ടിമിന്റെ ഓതറൈസേഷൻ കിട്ടുകയാണ്, എനിക്ക് കുഴപ്പമില്ല, എന്റെ പേര് അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി പബ്ലിഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞ്
വിക്ടിം ഓഥറൈസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതല്ലാതെ എന്താണ്, where the victim is dead or a child or of unsound mind with authorization or with authorization of writing of the next kin. ഓക്കെ, അങ്ങനെ അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് വരുന്ന ഓതറൈസ് ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ അതൊരു നമ്മൾ എന്താണ് പറയുക, ഒരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈവൻ മരിച്ചാലും ആ കുട്ടിയുടെ അവിടെ റേപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയില്ല. അവരുടെ ഫാമിലി അതൊരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതുകൊണ്ട്. യെസ്, അടുത്താണ് സെക്ഷൻ 73 വരുന്നത്. പ്രിന്റിംഗ് ഓർ പബ്ലിഷിംഗ് എനി മാറ്റർ റിലേറ്റിംഗ് ടു കോർട്ട് പ്രൊസീഡിംഗ്സ് വിത്തൗട്ട് പെർമിഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേസ്, ഈ പറയുന്ന ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ വരുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായി വരുന്ന ഇത്തരത്തിലുള്ള ഒരു കേസ് എന്ത് ചെയ്യാണ്, ഈ കേസിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ നമ്മൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് പറയും. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കേണ്ട ഗതിയിലേക്ക് വരും. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കോർട്ട് റൂമിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം അവരെ എന്ത് ചെയ്യാണ്, അവരെ സ്വാധീനിച്ചുകൊണ്ട് കോടതിയിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതെന്ത് ചെയ്യാണ്, അത് ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ത് ചെയ്യും, അവിടെ കോർട്ട് ക്ലർക്കിനെയും അല്ലെങ്കിൽ ബെഞ്ച് ക്ലർക്കിനെയും മറ്റുമൊക്കെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ എതിർഭാഗം വക്കീലിനെയൊക്കെ സ്വാധീനിച്ച് പല രീതിയിൽ എന്ത് ചെയ്യും, ഇതിന്റെ ഡീറ്റെയിൽസ് ഇവർ ചോർത്തിയെടുത്തിട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, സെക്ഷൻ 72 ആയിട്ട് ബന്ധപ്പെട്ട് റെസ്പെക്ട് ടു ഒഫൻസ് റെഫർ ടു ഇൻ സെക്ഷൻ 72 വിത്തൗട്ട് പ്രീവിയസ് പെർമിഷൻ ഓഫ് സച്ച് കോർട്ട് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years ഓൺ ലയബിൾ ഫോർ എ പണിഷ്മെന്റ്. ഇതിൽ എന്തില്ല, the printing or publication of any high court or supreme court does not amount to offense under this section. അപ്പൊ ജഡ്ജ്മെന്റ് അങ്ങനെ തന്നെ കൊടുക്കുകയാണ് എങ്കിൽ അതെന്തല്ല, ഒരു ഒഫൻസ് അല്ല. അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? നമ്മൾ റേപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റേപ്പും അതിന്റെ പല വകഭേദങ്ങളും. യെസ്, റേപ്പും അതിന്റെ പല വകഭേദങ്ങളും. യെസ്, പോയിന്റ് കിട്ടിയോ? ഇനി ഓഫ് ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെ യൂസ് ചെയ്യുന്ന ക്രിമിനൽ ഫോഴ്സ്. ഓക്കെ, assault or use of criminal force to woman with the intent to outrage her modesty, section 74. ഓക്കെ, സെക്ഷൻ 74ലാണ് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുക. ഓക്കെ, സ്ത്രീക്ക് എന്ത് ചെയ്യുക, അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് മാനഹാനി ഉണ്ടാക്കുക എന്ന, ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാണ്, സെക്ഷൻ 74 പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സെക്ഷൻ 74ലാണ് വരിക. Whoever assaults or uses criminal force to any woman intending to outrage or knowing it to be likely that he will thereby outrage her modesty shall be punished with imprisonment or either description for a term which shall not be less than 1 year but which may extend up to 5 years and shall also be liable for fine. അപ്പൊ എന്താണ് പറയുന്നത്, ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ, സ്ത്രീയുടെ മോഡസ്റ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, സെക്ഷൻ 74 നമ്മളൊരു പ്രത്യേക ആക്ട് ചെയ്യുന്നു. ആ ആക്ടിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്, അല്ലെങ്കിൽ ആ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇറ്റ് വിൽ ഔട്ട്റേജ് ദ മോഡസ്റ്റി ഓഫ് വുമൺ. ഓക്കെ, ഇറ്റ് വിൽ ഔട്ട്റേജ് ദി മോഡസ്റ്റി ഓഫ് വുമൺ. അത് സ്ത്രീകളുടെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് എങ്കിൽ അതിൽ എന്ത് സംഭവിക്കാം, അത് ഒരു 1 year to 5 years ഇംപ്രിസൺമെന്റ് കിട്ടും. 1 year to 5 years ഇംപ്രിസൺമെന്റ് കിട്ടും. അടുത്തതാണ് സെക്ഷുവൽ ഹറാസ്മെന്റ്. ഓക്കെ, സെക്ഷുവൽ ഹറാസ്മെന്റ് എന്താണ് വരുന്നത്, സെക്ഷൻ 75ലാണ് വരിക. എ മാൻ കമ്മിറ്റിംഗ് any of the following acts, താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ട് എന്ത് ചെയ്യാണ്, ഒരു മാൻ കമ്മിറ്റ് ചെയ്യുന്നതാണ്. Physical contact and advances involving unwelcome and explicit sexual overtures. Okay, demand or request for sexual favors, showing pornography against her will of the woman, making sexually colored remarks shall be guilty of the offense of sexual harassment. Okay, യെസ്, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, 1ഉം 2ഉം. ഓക്കെ, സബ്സെക്ഷൻ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ആൻ ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 3 years. ഓക്കെ, 4 ആണ് എങ്കിൽ എന്താണ്,
that may extend up to 1 year or with the fine or both. Okay, or with fine or both. അപ്പം ഈ പറയുന്ന ആദ്യത്തെ മൂന്നെണ്ണത്തിന് എന്താണ് up to 3 years ആണ് വരിക. up to 3 years ആണ് വരിക. ഇതിനെന്താണ് വരിക up to നാലാമത്തത്. ഓക്കെ, സെക്ഷലി കളേർഡ് റിമാർക്സ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അതിനെന്താണ് വരിക up to 1 year എന്ന് കിട്ടും. പോയിന്റ് കിട്ടിയോ? അടുത്തത് assault or use of criminal force with the intent to disrobe. ഓക്കെ, assault or use of criminal force, അതായത് എന്ത് ചെയ്യാണ്, ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക, എന്ന ഉദ്ദേശത്തോടു കൂടി ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്യുക. Whoever assaults or uses criminal force to any woman or abets such act with the intention of disrobing or compelling her to be naked shall be punished with imprisonment of either description for a term which shall not be less than 3 years but which may extend to 7 years. അപ്പൊ എന്താണ് ക്രിമിനൽ ഫോഴ്സ്, എന്താണ് യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു ഡിസ്റോബ്. ഓക്കെ, ഡിസ്റോബ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, 3 years to 7 years വരെയുള്ള എന്താണ് ഇംപ്രിസൺമെന്റ്, റിഗറസ് അല്ല, സാധാ ഇംപ്രിസൺമെന്റ് ലഭിക്കും. യെസ്, ഇനി അടുത്തതാണ് വോയറിസം. ഓക്കെ, വോയറിസം സെക്ഷൻ 77. വോയറിസം. Whoever watches or captures the image of a woman engaging in private act in circumstances where she would usually have been in expectation or of not being observed either by a perpetrator or by any other person at the behest of the perpetrator or dissimulates such image shall be punished on the first conviction with imprisonment of either description of term which shall not be less than 1 year but which may extend to 3 years and shall liable for a fine and be punished on the second or subsequent conviction with the imprisonment of either description for a term which shall not be less than 3 years that may extend up to 7 years. അതായത് എന്ത് ചെയ്യാണ്, ഒരു സ്ത്രീ, she is committing a private act. A lady is committing a private act with the confidence that no one is watching her. അതായത് എന്താണ്, ഒരു സ്ത്രീ സപ്പോസ് ഒരു തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ഒരു സ്ത്രീ വസ്ത്രം മാറുകയാണ്. ഓക്കെ, ഒരു തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്ത്രീ വസ്ത്രം മാറുകയാണ്. അപ്പൊ ഇങ്ങനെ വസ്ത്രം മാറുന്ന സമയത്ത് ഷീ ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ്, ആ പെൺകുട്ടിയുടെ കോൺഫിഡൻസ് എന്താണ്, നോബഡി ഈസ് വാച്ചിങ്. ഓക്കെ, ഇതാരും കാണുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, അതൊരു പ്രൈവറ്റ് ആക്ട് ആണ്. ബട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഒരു ഏഭ്യൻ അതെല്ലാം എടുക്കുകയാണ്. അതെല്ലാം എന്ത് ചെയ്യാണ്, ഒരു ക്യാമറ വെച്ചുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് ഡിസിമുലേറ്റ് ചെയ്യുന്നു, അത് പബ്ലിക് ആക്കുന്നു. അങ്ങനെ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് എങ്കിൽ എന്താണ്, 1 വർഷം, ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 1 year, 1 to 3 years ഓഫ് ഇംപ്രിസൺമെന്റ് കിട്ടും. ഓക്കെ, 1 to 3 years ഓഫ് ഇംപ്രിസൺമെന്റ് കിട്ടും. ഇനി അങ്ങനെ അല്ല, സബ്സിക്വന്റ് കൺവിക്ഷൻ ആണ് എങ്കിൽ എന്താണ്, 3 to 7 years ഓഫ് ഇംപ്രിസൺമെന്റും കിട്ടും. സബ്സിക്വന്റ് കൺവിക്ഷൻ ആണ് എങ്കിൽ 3 to 7 years ഓഫ് കൺവിക്ഷനും കിട്ടും. യെസ്, പോയിന്റ് കിട്ടിയോ? സെറ്റ് അല്ലേ, സംശയമൊന്നുമില്ലല്ലോ? യെസ്, ഓക്കെ, പക്കാ സെറ്റ്. Yes, everything ready? Yes, everything set അല്ലേ? Yes, അടുത്തതാണ് സെക്ഷൻ 78 വരുന്നത്, സ്റ്റോക്കിംഗ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 78 സ്റ്റോക്കിംഗ്. എന്താണ് വരുന്നത്, a man who follows a woman and contacts or attempts to contact such woman to foster personal interaction repeatedly despite a clear indication of disinterest by such woman. എന്താണ്,
ഒരു പെൺകുട്ടി അവൾക്ക് എന്താണ് അവളുമായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് എന്താണ് ഒരു തവണയോ 2 തവണയോ പോയി കണ്ടു പറയാൻ സാധിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പെൺകുട്ടി ആ 2 തവണയും എന്ത് ചെയ്യുകയാണ്, ആ പെൺകുട്ടിയുടെ ഡിസ്ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, ആ പെൺകുട്ടിയുടെ ഡിസ്ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു താല്പര്യവുമില്ല, താങ്കളുമായിട്ട് ഒരു തരത്തിലുള്ള പേഴ്സണൽ ഇന്ററാക്ഷനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരത് ഐദർ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മൾ ഒരാൾക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു, 1 മെസ്സേജായി, 2 മെസ്സേജായി, 3 മെസ്സേജായി, 5 മെസ്സേജായി, ഇതൊക്കെ എന്താണ് കാണുന്നുണ്ട്, ബ്ലൂടിക്ക് ആവുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്, ബ്ലൂടിക്ക് ആവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇവർ റിപ്ലൈ തരുന്നില്ല. സോ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് നോ ഇൻട്രസ്റ്റ്. ആ വ്യക്തിക്ക് എന്തില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ എക്സ്പ്രസ്ഡ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയെ പിന്നെയും പോയിട്ട് എന്ത് ചെയ്യാണ്, പോയി ശല്യപ്പെടുത്തുകയാണ്. അത് സ്റ്റോക്കിംഗ് ആണ്. മോണിറ്റർ ദി യൂസ് ബൈ എ വുമൺ ഓഫ് ദി ഇന്റർനെറ്റ്. മോണിറ്റർ ദി യൂസ് ബൈ എ വുമൺ ഓഫ് ദി ഇന്റർനെറ്റ്, ഇമെയിൽ ഓർ എനി അതർ ഫോം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. എന്നാണ് ഈ പറയുന്നത് പോലെ ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില്, ഇമെയിലില്, ഇന്റർനെറ്റില്, അങ്ങനെ ആ പെൺകുട്ടി എന്നാണ് പബ്ലിക് ഡൊമൈൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി പബ്ലിക് സ്പേസില് എവിടെയൊക്കെ അവൈലബിൾ ആണോ അവിടെയൊക്കെ എന്ത് ചെയ്യാണ്, പോയി ആ പെൺകുച്ചിന്റെ സ്വൈര്യം കെടുത്തുകയാണ്. കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് സ്റ്റോക്കിംഗ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് അവിടെ ഒഫൻസ് ഓഫ് സ്റ്റോക്കിംഗ് നടന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അതിന് 2-3 എക്സെപ്ഷൻ ഉണ്ട്. ഒന്നീ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സർവൈലൻസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, ലോ പ്രകാരം അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഇന്റലിജൻസ് പ്രശ്നമുള്ള ഒരാളെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് എങ്കിൽ അത് അതിൽ വരും. പിന്നെ അടുത്തത് എന്താണ്, പർട്ടിക്കുലർ സർക്കംസ്റ്റൻസ്, റീസണബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ. ഓക്കെ, റീസണബിളോ ജസ്റ്റിഫയബിളോ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. യെസ്, അപ്പം ഇതിന്റെ കാര്യം വരുന്നത്, ഇതിന്റെ പണിഷ്മെന്റ് വരുന്നത് നോക്കൂ. Whoever commits the offense of stalking shall be punished in first conviction imprisonment which may extend up to 3 years and shall be liable for a fine, and be punished in the second or subsequent conviction with the imprisonment of either description which may extend to 5 years or liable to a fine. Yes, point കിട്ടിയോ, or liable to a fine. ഇതാണ് നമ്മുടെ ഓഫൻസസ് അഗൈൻസ്റ്റ് വുമന്റെ ഒരു ആദ്യ പാർട്ടിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, അടുത്ത എന്താണ്, വേർഡ് ജസ്റ്റർ ഓർ ആക്ട് ഇന്റൻഡഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, ഒരു വാക്കോ പ്രവൃത്തിയോ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു വാക്കോ വേർഡോ ജസ്റ്ററോ ഒക്കെ കൊണ്ടുവരിക. യെസ്, അപ്പൊ അടുത്ത ചോദ്യം, അത് സെക്ഷൻ 79-ലാണ്. Whoever intending to insult the modesty of any woman utters any words or make any sound or gestures or exhibits any object in any form intending that such word or sound shall be heard, or such a gesture or object shall be seen by such woman, or intrudes upon the privacy of such woman, shall be punished with a single imprisonment or with a term that may extend up to 3 years. അപ്പൊ എന്താണ് സെക്ഷൻ 79-ൽ പറയുന്നത്, എന്താണ്, ഒരു ഒഫൻസ്, അതായത് എന്താണ്, ഒരു സ്ത്രീക്ക് ലോഫുള്ളി എന്താണ്, ബൈ ബർത്ത് ആസ് എ വുമൺ, സ്ത്രീയായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് എന്തുണ്ട്, അവർക്ക് സ്ത്രീത്വം അല്ലെങ്കിൽ അതിന്റെ മോഡസ്റ്റി അവകാശപ്പെടുവാനായിട്ടുണ്ട്. അപ്പൊ ആ മോഡസ്റ്റി അവകാശപ്പെടുമ്പോൾ അവിടെ എന്താണ്, ആ മോഡസ്റ്റി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ ജസ്റ്ററോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തിയോ എന്തെങ്കിലും ആണ് എങ്കിൽ അതെന്താണ്, ഷാൽ ബി a punishable offense. അതൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതെന്താണ്, സിമ്പിൾ ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു
3 years. A simple imprisonment which may extend up to 3 years. 3 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന